അപ്പോൾ നമുക്കിന്നൊരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ. മഷ്റൂം വെച്ചിട്ട്. അപ്പോൾ മഷ്റൂം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് ചെറിയ സവാള, അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയും വലുപ്പത്തിൽ. പിന്നെ ഇഞ്ചി 2 ഇത്രയുള്ള ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു തക്കാളി, പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയായിട്ട് എടുത്തേക്കുന്ന ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ തക്കോലം, ഒരു തക്കോലം, 2 ഏലയ്ക്ക, പിന്നെ ഒരു ചെറിയ 3 ഗ്രാമ്പു, പിന്നെ ഒരു നുള്ള് പെരുംജീരകം, വലിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്, അത് ഇച്ചിരി ചെറുതായിട്ടൊരു മസാലയുടെ മണത്തിന് വേണ്ടി മാത്രമുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലാസ്റ്റായിട്ട് ചേർക്കാനായിട്ട് 10-12 അണ്ടിപ്പരിപ്പ്, അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഈ മസാലയൊക്കെ കൂടി ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കാനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, മൊത്തം സവാള ഇടുവാണ്. ഇട്ട് സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി നോക്കാം. സവാള ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണേ. ഈ സവാള ഒന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേകട്ടെ കേട്ടോ. നമുക്ക് ആയൊന്ന് നോക്കിയാലോ. ഒരുവിധമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർക്കാം കേട്ടോ. അതിൻ്റെ പച്ചമുളകും കൂടെ മാറണ്ടേ. അത് കാരണം ഇഞ്ചി വെളുത്തുള്ളി ആ മസാലയൊക്കെ കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ബാക്കി തക്കാളി അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. തക്കാളി അടിച്ചുകൊണ്ട് വരാം. ഓക്കെ, നല്ലോണം വടിച്ചതിനകത്ത് ഇട്ടിട്ട് ഇളക്കട്ടെ. പച്ചമണം മാറിയില്ലെങ്കിലും നല്ലോണം പച്ച വെച്ച് കേട്ടോ. പിന്നെ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുരുമുളകൊക്കെ അല്പം എടുക്കാൻ. നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ എരിവ് നല്ലോണം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഋഷിക്കുട്ടന് കൊടുക്കേണ്ടതുകൊണ്ട് കുറച്ച് കുരുമുളകേ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ റെഡി ആവട്ടെ കേട്ടോ. സവാള വെന്തിട്ടുണ്ട്. ഇനി തക്കാളി ഒഴിക്കാൻ പോകണേ. തക്കാളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് പൊടിയൊക്കെ ഇടാമെന്ന് വെച്ചാൽ കേട്ടോ. പൊടിയൊക്കെ ഇടാനുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള പൊടികളൊക്കെ ഇടാനുണ്ട്. തക്കാളിയും കൂടെ ഒന്ന് വറ്റി റെഡിയായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഈ മസാല കൂടെ ഇടുമ്പോൾ കറക്റ്റ് കളറൊക്കെ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ കളറില്ലെന്നൊന്നും വിചാരിക്കണ്ട, കളറൊക്കെ ഇപ്പോൾ വരും. എന്തായാലും കുറേ നാളായി മഷ്റൂം മേടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇന്നലെ പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവധി ദിവസം നിൽക്കുമ്പോഴല്ലേ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് മഷ്റൂം കറിയും ചോറും ആക്കാന്ന്. നമുക്കിത് നടത്തി വെച്ച് അതൊന്ന് റെഡി ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പൊടിയൊക്കെ ആഡ് ചെയ്യാം. പൊടി ആഡ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് കാശ്മീരി ചില്ലിയാണേ, അതും ചേർക്കുന്നുണ്ട്. ഒരു 1-1.5. എരിവ് നോക്കിയിട്ട് പിന്നെ എരിവ് മതിയാവും. ഇവിടുത്തെ എരിവിന് ഇത് ഓക്കെയാവും.
സിമ്മിലാണ് ഇട്ടേക്കണേ, അതിലേക്ക് കരിഞ്ഞു പോയില്ലേ, അത് കാരണം സിമ്മിലാണ് ഇപ്പോൾ എല്ലാം ഇട്ടേക്കണേ. ഇതെൻ്റെ രീതി കേട്ടോ, ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കണേ. അല്ലേ പിന്നെ ചിലർ വന്ന് കമൻ്റ് ഇടും ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടതെന്ന്. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെതാ ഒരല്പം ഗരം മസാല, ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് ചെറുതായി ചൂടായി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ കളറ് വന്നില്ല, കളറ് വന്നത് കണ്ടോ നിങ്ങൾ? കളറൊക്കെ വന്നിട്ടുണ്ട്. ചൂടാവട്ടെ കേട്ടോ. ഇപ്പം അതെ പൊടിയൊക്കെ ചൂടായി. ഇതേ ഇതിനകത്ത് സവാളക്കകത്ത് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാവോ? കാണാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. ദേ മഷ്റൂം, ഇത്രയും മഷ്റൂം ഇടുന്നുണ്ട്. മഷ്റൂമൊക്കെ കഴിക്കാൻ തീർന്നോളും. ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടി ഇളക്കി അടച്ചു വെക്കാം. മഷ്റൂമിൽ നിന്ന് വെള്ളം നല്ലോണം ഇറങ്ങി വരും, അത് കാരണം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇനി അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാൻ നേരത്ത് ജാറ് കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്ന കാരണം ഇനിയിപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളം വേണ്ടി വരില്ല. വേണമെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് അതൊഴിക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളിപ്പോൾ ചോറിനെടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഗ്രേവി വേണ്ടി വരും. ഓക്കെ, ഇതിവിടെ ഇരുന്ന് മഷ്റൂം വെന്തിറങ്ങട്ടെ. ഇത് വെള്ളം നോക്കിയിട്ട് നമുക്ക് ഇടാം, വെള്ളം വേണമെങ്കിൽ. ഇനി നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി 2 വട്ടം തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതേ ഗ്രേവിയൊക്കെ തെളിഞ്ഞു വന്ന കണ്ടില്ലേ, മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി. നമുക്ക് ഇത്രയും ഗ്രേവി മതിയാവും. പിന്നെ ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതേ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിനി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി മല്ലി ഇലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ കറി. പിന്നെ നമുക്ക് ചോറും കൂട്ടി ചൂട് ചോറിൻ്റെ ഒപ്പം ഈ മഷ്റൂം മസാലയായിട്ട് കഴിക്കാവേ കേട്ടോ. നിങ്ങളുള്ള പ്രൊഫഷണൽ രീതിക്കൊന്നും എൻ്റെ കറി വിചാരിക്കരുത്. ഇടയ്ക്ക് വെറും തട്ടിക്കൂട്ടുകൾ മാത്രം. ജീവിച്ചു പോകണ്ടേ, ഡെയിലി ജീവിച്ചു പോകാനുള്ളത് മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചോറ് സാമ്പാറും അവിയലും മാത്രം എങ്ങനെയാണ് കൂട്ടുന്നത്, ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇതുപോലൊക്കെ ഇടയ്ക്കിട്ട് ട്രൈ ചെയ്താണ് കഴിക്കാറുള്ളത് കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ജാറ് കഴുകി അതിലേക്ക് ഒഴിക്കുക. അണ്ടിപ്പരിപ്പ് അരച്ചിട്ട് എങ്ങനെ വെറുതെ കളയണേ. സ്റ്റൗ എപ്പോഴും സിമ്മിലാട്ടോ കിടക്കണം. സിമ്മിൽ ഇട്ടിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി കരിഞ്ഞു പോയിട്ട് നല്ലൊരു കറി വേസ്റ്റാക്കി കളയാൻ പറ്റില്ല. അത് കാരണം എല്ലാ സിമ്മിലുള്ള പരിപാടികളും ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയല്ല കേട്ടോ. അത് കാരണം ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പൊടിക്കൈ കൂടെ ഉണ്ട് ഞാൻ ചേർക്കാറുള്ളത്. എല്ലാ കറിക്കും ഞാൻ ഇതുപോലുള്ള കറിക്ക് മഷ്റൂം, പനീർ, കോളിഫ്ലവർ അങ്ങനെയൊക്കെയുള്ള കറിക്ക് ഇച്ചിരി ഒരു നുള്ളു പഞ്ചസാര ചേർക്കും കേട്ടോ. അതുകൂടെ ഇച്ചിരി ചേർക്കാം. പഞ്ചസാര ഒരു ഇച്ചിരി ചേർക്കത്തുള്ളൂ കേട്ടോ. ആ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി, ഇതാ പേരിന് ഇത്രേ ചേർക്കത്തുള്ളൂ. അതിലും ഞാൻ എടുക്കും ഇത്ര ചേർക്കുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദാ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില ഇവിടെ തൂവിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഒന്ന് അടച്ചു വെച്ച്
ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് അടച്ചു വെക്കാം. ഇതോടെ നമ്മുടെ കറി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി.